ഒരു മിനിറ്റ് എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? ഒരു കാര്യം പറയാണ്ട്, ഞാന് ഇന്നലെ ഒരു സമരം കണ്ടിട്ട് എന്റെ ഭഗവാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കണോ കരയണോ എന്നൊന്നും തോന്നില്ല. എന്തോ ഒരു പ്രത്യേക ഒരു നിർവികാരികമായ ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതായത് കുളിര് കോരുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയായി പോയി എനിക്ക്. പോയിന്റിലോട്ട് വരാം. വേറെ ഒന്നുമല്ല, പാലക്കാട് BJPന്റെ സമരം നടത്തലാന്ന്. അവിടെ ഗണേഷ് കുമാർ വന്നിട്ട് എന്തോ ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാന്ന്. അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ BJPന്റെ ആൾക്കാരൊന്നും വിളിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ ഉണ്ട്, അതുപോലെ തന്നെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ ഉണ്ട്. എന്നിട്ട് അപ്പോഴാണ് അവിടെ ഭയങ്കരമായിട്ട് പുറത്ത് സമരം പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടൊരു സമരം നടക്കുന്നത്. ഏതായാലും ആ സമരത്തിന്റെ അടുത്തേക്ക് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറമാരുണ്ടല്ലോ അവിടെ അങ്ങോട്ട് നീങ്ങി. അവിടെ നീങ്ങുമ്പോൾ ഒരുത്തൻ ഈ സമരത്തിന്റെ നടുക്ക്, അതായത് ഒരാളെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുമ്പോൾ ഒരു ലേഡി, പിന്നെ SIനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, ആ SIനെ ഇങ്ങനെ പിടിക്കുകയാണ് സ്വകാര്യ ഭാഗത്തേക്ക്. കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആലോചിച്ച് നോക്കണം നിങ്ങൾ, അവന്റെ ചങ്കൂറ്റ, അവന്റെ ആ ഇതാലോചിച്ച് നോക്കണം. ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. എന്ത് സുഖമാണ് ഈ ഞാൻ പറയുന്നില്ല, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയില്ല ഇവനൊക്കെ കിട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇവ ഇങ്ങനെ ഇത് ചെയ്തത് കൊണ്ട് ഇവൻ എന്തൊരു സുഖമാണ് കിട്ടുന്നത്. ഇതൊക്കെ ചെയ്ത് ഇന്നലെ വൈകുന്നേരം ഇത് വൈറലായിട്ട് അവന്റെ വീട്ടില് അവന്റെ ഭാര്യയും മക്കളൊക്കെ ഇത് കാണുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്റെ പൊന്നുനായിട്ട് അവരൊക്കെ അറിയിക്കണം. അത് കൃത്യമായിട്ട് ഏതായാലും ഈ മൊബൈലിലോ അല്ലെ ക്യാമറയിലോ പിടിച്ച ആൾക്കുണ്ടല്ലോ ഒരു ബിഗ് സല്യൂട്ട് നൽകണം. അയാളില്ലേ ശരിക്കും ആദരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടത്തെ നമ്മുടെ സ്ത്രീ സംഘടനകളില്ലേ, അയാളെ ആദരിക്കണം. അതെ നീയാണോ? അതെ ഞാനാണ്. അതായത് ഈ പിടിച്ചോന ഇത്രയും കൃത്യമായിട്ട് ആ ഒരു നിരീക്ഷിച്ചിട്ട് ആ ഒരു സംഭവം ക്യാമറയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാമറാമാനിലെ ഒന്നൊരു മുത്ത് തന്നെയാണ്. അത് ഇവിടുത്തെ സ്ത്രീകൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പോലീസുകാർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു പിന്നെ പൊതുവായിട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വിടുവോ? ഇവ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ മാനഭംഗപ്പെടുത്തുക വരെ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തൽക്കാലം വിരമിക്കട്ടെ. നമോ വാഗം വിട.